പ്രൈസ് ദി ലോർഡ്. ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്ന് യാത്ര ചെയ്ത് ദൈവം അത്ഭുതകരമായി അവരെ ചെങ്കടൽ കടത്തി. ചെങ്കടൽ കടന്ന് അവർ യാത്ര ചെയ്യുമ്പോൾ ശൂർ മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുന്നു. 3 ദിവസം മരുഭൂമിയിൽ അവർക്ക് കുടിപ്പാൻ വെള്ളമില്ല. അവരുടെ ഇപ്പോഴത്തെ പ്രശ്നം വെള്ളമില്ല. എന്നാൽ അടുത്തവരെത്തുന്നത് മാറ എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെ വെള്ളമുണ്ട്, പക്ഷേ ഒരു പ്രശ്നം, അത് കയ്പുള്ളതാണ്. ഈ കയ്പുള്ള വെള്ളത്തിനടുക്ക് വന്നപ്പോൾ അവർ ചോദിക്കുകയാണ്, ഇതെന്തിനാ? ശൂർ മരുഭൂമിയിൽ ഒരാശ്വാസമുണ്ട്, വെള്ളമില്ല, എവിടെയെങ്കിലും കിട്ടിയെങ്കിലായി. എന്നാൽ മാറായിലെത്തിയപ്പോൾ വെള്ളമുണ്ട്, പക്ഷേ കുടിക്കാൻ പറ്റത്തില്ല. ജനം ദൈവത്തിന് നേരെ പിറുപിറുക്കുക. മോശയോട് പിറുപിറുക്കുന്നു, ദൈവത്തോട് പിറുപിറുക്കുന്നു. ആ ചരിത്രം മുന്നോട്ട് വായിച്ചു വരുമ്പോൾ ദൈവം മോശയോട് പറഞ്ഞു, ഈ മാറ, ഈ കയ്പിനെ ഞാൻ മാറ്റാൻ പോവാം. നീ ഒരു വൃക്ഷം വെട്ടി ആ വെള്ളത്തിലിട്ടാൽ അത് മധുരമായി മാറും. ദൈവം പറഞ്ഞതനുസരിച്ച് മോശ ചെയ്തപ്പോൾ ഈ വെള്ളം മധുരമായി മാറി. വ്യക്തമായി ഒരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയേണ്ടത്, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചിലപ്പോൾ ഒന്നുമില്ലായ്മ അഥവാ വെള്ളമില്ലാത്ത അനുഭവത്തിലൂടെയൊക്കെ കടന്നു പോകേണ്ടി വരാം. എന്നാൽ അതിനുശേഷം ചിലപ്പോൾ ലഭിക്കുന്നത് നമുക്ക് പ്രയോജനപ്പെടുന്നതല്ല. നമുക്ക് രുചികരമല്ലാത്ത ചിലത് മുമ്പിൽ വന്നെന്ന് വരാം. അതിൻ്റെ നടുവിൽ പ്രയാസപ്പെട്ട് പിറുപിറുക്കുന്നതിന് പകരം ദൈവത്തോട് പ്രാർത്ഥിക്കുക. അവിടെ എഴുതിയിരിക്കുന്നതാണ്, മോശ ദൈവത്തോട് അപേക്ഷിച്ചപ്പോൾ ദൈവം അവനൊരു വൃക്ഷം കാണിച്ചു കൊടുത്തു. പ്രശ്നം വരുമ്പോൾ ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ ദൈവം പ്രശ്നത്തിന് പരിഹാരമോടെ വരുത്തും. പ്രശ്നത്തിന് പരിഹാരം വരുത്തുമെന്ന് മാത്രമല്ല, ഇവിടെ പ്രശ്നത്തിന് പരിഹാരം വന്നത് സാധാരണ വെള്ളത്തെ അഥവാ ആ കയ്പ് വെള്ളത്തെ ഒരു സാധാരണ വെള്ളമാക്കുക അല്ലായിരുന്നു ദൈവം ചെയ്തത്. ഈ കയ്പ് വെള്ളത്തെ മധുരമുള്ള വെള്ളമാക്കി മാറ്റി. ജീവിതത്തിൽ പലപ്പോഴും കയ്പ്, വേദനയുടെ അനുഭവങ്ങളൊക്കെ വരാം. അത് രോഗമാകാം, ഏതെങ്കിലും തരത്തിൽ നമുക്കിഷ്ടമല്ലാത്ത കയ്പിൻ്റെ അനുഭവങ്ങളൊക്കെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ പിറുപിറുക്കുന്നതിന് പകരം ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ ഏത് വിഷയമായിരുന്നോ കയ്പ്, ദൈവം അതിനെ മധുരമാക്കും. അത് ദൈവത്തിൻ്റെ വിശ്വസ്തതയാണ്. നമുക്ക് ദൈവത്തോട് അങ്ങനെ ഒന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ഇന്ന് എൻ്റെ മുമ്പിൽ പ്രശ്നമായിട്ട് നിൽക്കുന്നതിനെ അങ്ങ് എനിക്കതൊരാശ്വാസമാക്കി മാറ്റാൻ അങ്ങേക്ക് കഴിയും. നമുക്ക് ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാം. നിങ്ങളെ അലട്ടുന്ന പ്രശ്നം എന്തുമാകട്ടെ, അതിനെ പ്രശ്നമെന്ന് പറയാതെ പറയുക, ഇതൊരാശ്വാസമായി മാറും. കയ്പിന് പകരം ഇങ്ങനെ പറയാം, എൻ്റെ കയ്പ് മധുരമാകാൻ പോവുകയാണ്, എനിക്ക് മാത്രമല്ല ഇത് അനേകർക്ക് മധുരമാകാൻ പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് സ്തോത്രം ചെയ്യാൻ നമുക്ക് കഴിയണം. ആവർത്തിക്കുന്നു, എൻ്റെ കയ്പ് കയ്പല്ല, അത് മധുരമാകും. ഒറ്റ കാര്യം ചെയ്താൽ മതി, കയ്പിൻ്റെ മുമ്പിൽ പ്രാർത്ഥിച്ചാൽ മതി. നമുക്കതിനു വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കാം. ഹാവ് എ ടെൻഷൻ ഫ്രീ ലൈഫ്. ഗോഡ് ബ്ലെസ് യു.